പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ. ഇറാനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ആക്രമണം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളും സിവിലിയൻ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് US യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷം നടത്തുന്നത്. ആക്രമണങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്നാണ് ടെഹ്റാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിലാണ് അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷന് നേരെ അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തി. ആക്രമണത്തിൽ റെയിൽവേ സ്റ്റേഷന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹോർമോസ്ഗാൻ പ്രവിശ്യയെ പൂർണ്ണമായും നിശ്ചലമാക്കുന്ന രീതിയിലായിരുന്നു USന്റെ നീക്കം. പ്രവിശ്യയിലുടനീളം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണങ്ങളിൽ 2 പേർ മരണപ്പെടുകയും 8ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സിവിലിയന്മാരെയും സാധാരണ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം നയിക്കുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിലുടനീളം ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഇറാൻ സൈന്യം അഴിച്ചുവിട്ടിരിക്കുന്നത്. ബഹ്റൈനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായി ഇറാന്റെ സൈനിക വക്താവ് അവകാശപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന US യുദ്ധവിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് സൂചന. ഇതിനു പുറമെ കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US താൽപര്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലാകെ യുദ്ധഭീതി പടരുന്ന സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വഴിത്തിരിവ് ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങില്ലെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മേഖല തങ്ങളുടെ ചുവന്ന രേഖയാണെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്ക ഇറാന്റെ സിവിലിയൻ കേന്ദ്രങ്ങൾ തകർക്കാൻ നോക്കിയാൽ മധ്യപൂർവേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ തങ്ങൾ തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. എന്നാൽ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ മാത്രം നിയന്ത്രണത്തിലല്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ പാതയിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകുമെന്നാണ് പെന്റഗണിന്റെ നിലപാട്. ഹൂതികളുടെ വിമർശനവും പ്രാദേശിക രാഷ്ട്രീയവും ഈ സംഘർഷത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ യമനിലെ ഹൂതി വിമതരും രംഗത്തെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ അസ്ഥിരതകൾക്കും കാരണം അമേരിക്കയും സയനിസ്റ്റ് ശക്തികളുമാണെന്ന് ഹൂതി നേതാവ് കുറ്റപ്പെടുത്തി. പ്രത്യേക ടെലിവിഷൻ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് മേഖലയിൽ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ നീക്കങ്ങൾക്ക് സൗദി അറേബ്യൻ നേതൃത്വം കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അന്താരാഷ്ട്ര കരാറുകളെയോ UN പ്രമേയങ്ങളെയോ ബഹുമാനിക്കാത്ത സഖ്യമാണ് അമേരിക്കയുടേതെന്നും ഹൂതി നേതാവ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ ജോലിക്ക് നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചു. ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനാണ് കപ്പലുടമകൾക്കും നടത്തിപ്പുകാർക്കും നാവികരുടെ റിക്രൂട്ട്മെന്റ് പ്ലേസ്മെന്റും നടത്തുന്ന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ ഇത് പാലിക്കണം. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ നാവികരെ സംഭാവന ചെയ്യുന്നതിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. ആ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം ഷിപ്പിംഗ് മേഖലയെ ബാധിക്കാനിടയുണ്ട്. പേർഷ്യൻ ഉൾക്കടൽ, ഹോർമുസ് കടലിടുക്ക്, സമീപ സമുദ്ര മേഖലകൾ എന്നിവിടങ്ങളിലൂടെ പോകുന്ന കപ്പലുകളുടെ ക്യാപ്റ്റന്മാർ അതിസുരക്ഷാ ജാഗ്രത പാലിക്കണം. ഗതിനിർണയ മുന്നറിയിപ്പുകൾ, സുരക്ഷാ നിർദ്ദേശങ്ങൾ, ബന്ധപ്പെട്ട അധികാരികൾ ലഭ്യമാക്കുന്ന അപ്ഡേറ്റുകൾ തുടങ്ങി അന്താരാഷ്ട്ര കപ്പൽ തുറമുഖ സുരക്ഷാ ചട്ടങ്ങൾ അനുസരിച്ചുള്ള എല്ലാ നടപടികളും കർശനമായി പാലിക്കണമെന്നും DGMA നിർദ്ദേശത്തിലുണ്ട്. USഉം ഇറാനും തമ്മിലുള്ള യുദ്ധം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണാവകാശവുമായി ബന്ധപ്പെട്ട് പുതിയ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ നടപടി. ഹോർമുസിന്റെ സമ്പൂർണ്ണ അധികാരികൾ തങ്ങളാണെന്ന് പറയുന്ന ഇറാൻ കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക പാതയൊരുക്കിയിട്ടുണ്ട്. ഇതിലൂടെയല്ലാതെ കടലിടുക്കിന്റെ ഒമാൻ തീരത്തുകൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുകയാണവർ. യുദ്ധപൂർവ്വകാലത്ത് ആഗോള എണ്ണ നീക്കത്തിന്റെ 20%, വളം നീക്കത്തിന്റെ 30% കടന്നുപോയിരുന്ന നിർണായക ചരക്കിടനാഴിയാണ് ഹോർമുസ്. ഞായറാഴ്ച തുടങ്ങിയ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായി. ഇറാൻ ആക്രമിച്ച UAE പതാകയുള്ള MT അൽബാഹിയ, MV GFS ഗാലക്സി എന്നീ കപ്പലുകളിലെ നാവികരാണ് മരിച്ചത്. ഇന്ത്യൻ നാവികരുണ്ടായിരുന്ന MT മൊംബാസ എന്ന കപ്പലും ആക്രമണത്തിനിരയായി. ജൂണിലും ഇന്ത്യൻ നാവികരുമായി പോയ 3 കപ്പലുകൾ ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയും കടുത്ത ആശങ്കയിലാണ്. എണ്ണവിലയിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ് ലോകത്തെങ്ങും പ്രതിഫലിച്ചേക്കാം.